വിമാന സർവീസ് പ്രതിസന്ധിയിൽ DGCAയിൽ കടുത്ത നടപടി. 4 ഉദ്യോഗസ്ഥരെ DGCA പിരിച്ചുവിട്ടു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാരായ 4 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഇൻഡിഗോ പ്രതിസന്ധിക്ക് പിന്നാലെ വലിയ രീതിയിൽ വിമാന സർവീസുകളിൽ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് DGCA തന്നെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? നിർണായകമായ നടപടിയിലേക്ക് ഏവിയേഷൻ മന്ത്രാലയം കടന്നിരിക്കുന്നു. വ്യോമയാന മന്ത്രാലയത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് ഇപ്പോഴീ നടപടിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് DGCAയ്ക്കുള്ളിൽ തന്നെ ചില വീഴ്ചകൾ ഉണ്ടായി എന്ന വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. അത് കേന്ദ്ര വ്യോമയാന മന്ത്രി തന്നെ രാംമോഹൻ നായിഡു തന്നെ അത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. DGCAയ്ക്കുള്ളിൽ ഇത് വിശകലനം ചെയ്യുന്നതിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും ഏതെങ്കിലും രൂപത്തിലുള്ള തകരാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ നടപടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി നിർണായകമായ കടുത്ത നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് വിവിധ പരിശോധനകൾ നടത്തേണ്ടിയിരുന്ന 4 ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഇൻസ്പെക്ടർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഏതായാലും ഒരു വശത്ത് DGCAയ്ക്കുള്ളിൽ തന്നെ നടപടി വരുന്നു. ഇതിനൊപ്പം തന്നെ ഇൻഡിഗോ CEO ഇന്നും DGCAയ്ക്ക് മുന്നിൽ ഹാജരാവുകയാണ്. DGCAയിലെ മുതിർന്ന 4 ഉദ്യോഗസ്ഥരാണ് ഇയാളിൽ നിന്നും വിശദീകരണം തേടിക്കൊണ്ടിരിക്കുന്നത്. വിനീത, ശരി, ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.